ഹലോ നമ്മള് 9th ചാപ്റ്ററിലേക്ക് പോവാണ്. 9th ചാപ്റ്ററിന്റെ പേരാണ് പ്രകൃതി പർവ് ഫൂൽദേയി. പ്രകൃതി പർവ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു ഉത്സവമാണ്. ഇവിടെ ഫൂൽദേയി എന്ന ഒരു ഉത്സവത്തിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫൂൽദേയി എന്നും എങ്ങനെയാണ് അത് സെലിബ്രേറ്റ് ചെയ്യാന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് പോയി നോക്കാം അല്ലേ? ജാനകി ബഹുതി പ്രസന്നതി. ജാനകി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടറാണ് ജാനകി. അപ്പോൾ നാളെ ഫൂൾ ഡേ എന്ന് പറഞ്ഞൊരു ആഘോഷം അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഉത്സവം അവർക്ക് ആഘോഷിക്കാനുണ്ട്. അത് ആലോചിച്ചിട്ട് ജാനകി ഭയങ്കര ഹാപ്പിയാണ്. कल वह अपने सभी मित्रों के साथ फूलदेई पर्व के लिए जाएगी. നാളെ അവളുടെ എല്ലാ ഫ്രണ്ട്സിന്റെയും കൂടെ ഫൂൽ ഡേ ആഘോഷിക്കാൻ വേണ്ടി പോകും. അഗലെ ദിൻ ഉസ്കി ഈജ. ഈജ എന്ന് പറഞ്ഞാൽ അമ്മ. ഓക്കെ, ഈ സ്ഥലത്തൊക്കെ അമ്മയെ ഈജ എന്നാണ് വിളിക്കുന്നത്. ഈജാനെ ഉസെ സുബ സുബ ഉഡാ ദിയ. രാവിലെ തന്നെ സുബ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എണീപ്പിച്ചു. നഹാധോക്കർ എന്ന് പറഞ്ഞാൽ കുളിച്ച് വൃത്തിയായി. അപ്നി ചോട്ടി ഡലിയ ഹാത്ത് മേ ലിയെ ഫൂൽ ചുന്നേ കെ ലിയെ വഹ് നികൽ ഗയി. അപ്നി ചോട്ടി ഡലിയ എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ പറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു കൊട്ടയാണ്. ഈ ചിത്രത്തിലൊക്കെ കാണുന്നില്ലേ, ചെറിയ ഡലിയ. ഹാത്ത് മേ ലിയെ കയ്യിലെടുത്തിട്ട്, ഫൂൽ ചുന്നേ കെ ലിയെ, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്, പൂക്കൾ പറിക്കാൻ വേണ്ടി വഹ് നികൽ ഗയ, പുറത്തേക്ക് പോയി. आंगन में पहुंचते ही उसने हेमा, गीता, राधा, बीर, गोविंद और मनोज को पुकारा. ജാനകി ഒറ്റയ്ക്കല്ല പോകുന്നത്, ജാനകി അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോകുന്നത്. അപ്പൊ ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റത്തെത്തിയപ്പോ തന്നെ അവൾ എന്ത് ചെയ്തു? അവളുടെ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഉറക്കെ വിളിച്ചു. പുക്കാര എന്ന് പറഞ്ഞ വിളിച്ചു. सब हाथ में छोटी छोटी डेलिया लेकर जंगल के और निकल पड़े. എല്ലാരും സബ് ഹാത്ത് മേ ചോട്ടി ചോട്ടി ഡലിയ. അപ്പൊ അവരുടെ കയ്യിലും ചെറിയ ചെറിയ കൊട്ടകളുണ്ട് പൂക്കൾ പറിക്കാനുള്ള. അതും എടുത്തിട്ട് ജംഗൽക്ക് ഓർ എന്ന് പറഞ്ഞാൽ കാട്ടിനടുത്തേക്ക് നികൽപടേ ഇറങ്ങി തിരിച്ചു. എന്തിനു വേണ്ടിയാ? പൂ പറിക്കാൻ അല്ലേ? ഫൂൽദേയി ഉത്തരാഖണ്ഡ് കാ ഏക് പ്രസിദ്ധ ത്യോഹാർ ഹേ. അപ്പോ നമ്മളിപ്പോ ഫൂൽദേയി ആഘോഷിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഫൂൽദേയി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കേരളം പോലെ തന്നെ വേറൊരു സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലുള്ള ആൾക്കാരാണ് ഫൂൽദേയി എന്ന് പറഞ്ഞ് ഈ ഒരു ഉത്സവം ആഘോഷിക്കുന്നത്. അവിടുത്തെ ഒരു പ്രസിദ്ധ ത്യോഹാർ ഹേ, ഭയങ്കര പ്രസിദ്ധമായ ഒരു ഉത്സവമാണ്. യഹ് ത്യോഹാർ बच्चों द्वारा बनाया जाता है, इसलिए इसे बाल पर्व भी कहा जाता है. ഈ ഒരു ആഘോഷം ബച്ചോം ദ്വാര, കുട്ടികളാണ് ഇത് ആഘോഷിക്കുന്നത്. ഇസ്ലിയെ, അതുകൊണ്ട് ഇസെ ബാൽ പർവ് ഭി കഹാ ജാതാ ഹെ. ഫൂൽദേയുടെ മറ്റൊരു പേരെന്താണ്? ബാൽ പർവ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഉത്സവം. यह चैत्र मास की संक्रांति के दिन मनाया जाता है. ചൈത്ര മാസ്. ഈ ഒരു ആഘോഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കുറച്ചൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഓണമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ഓണത്തിന് എങ്ങനെയല്ലേ, കുട്ടികളെല്ലാവരും ചെറിയ ചെറിയ കൊട്ടകളൊക്കെ എടുത്ത് പൂക്കൾ പറിക്കാൻ പോവും. പക്ഷെ നമ്മുടെ പൂക്കളമൊന്നും ഇവരിടുന്നില്ല. ഇത് കുറച്ചൊരു ചെറിയ വ്യത്യാസമുള്ള ഒരു ഉത്സവമാണ്. അതുപോലെ ഓണം എപ്പോഴാ സെലിബ്രേറ്റ് ചെയ്യുക? നമ്മുടെ മലയാള മാസം, ഇംഗ്ലീഷ് മാസമാണ് നമ്മുടെ കലണ്ടറിലൊക്കെ ഉള്ള ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന മാസങ്ങൾ. പക്ഷെ മലയാള മാസം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം അങ്ങനെ തുടങ്ങുന്ന കുറേ മാസങ്ങളാണ്. അതിൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ ചൈത്ര മാഹ് ഹിന്ദു നവവർഷ കാ പെഹ്ലാ മഹീന ഹോത്താ ഹേ. ഹിന്ദുസ് ഫോളോ ചെയ്യുന്ന ഹിന്ദി കലണ്ടർ പ്രകാരം
അവരുടെ ആദ്യത്തെ മാസമാണ് ചൈത്രമാസ്. ആ മാസത്തിലെ സംക്രാന്തിയുടെ ദിനത്തിലാണ് ഫൂൽ ദേയ് ആഘോഷിക്കുന്നത്. फूल देई वसंत ऋतु के आगमन का प्रतीक है. വസന്ത് ഋതു, നമുക്ക് കുറെ സീസൺ ഉണ്ടല്ലേ? വിന്റർ, സ്പ്രിംഗ്, ഓട്ടം, മൺസൂൺ, അങ്ങനെ പല പല സീസണുകളുണ്ട്. അതിനാണ് ഋതു എന്ന് പറയുന്നത്. ഇതില് വസന്ത് ഋതു, മലയാളത്തിൽ നമ്മൾ വസന്തകാലം എന്നൊക്കെ പറയും. അതായത് തണുപ്പ് കാലമൊക്കെ മാറി പൂക്കളൊക്കെ വിടരുന്ന കാലമാണ് വസന്തകാലം, സ്പ്രിംഗ് സീസൺ. चैत्र ऋतु आते ही ऊंची ऊंची पहाड़ियों से बर्फ पिघलने लगती है. सर्दियों के ठंड दिन बीत जाते हैं. ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിന് വളരെ അടുത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ തണുപ്പ് കാലത്തൊക്കെ മലകളിലൊക്കെ ഫുള്ള് ഐസ് കൊണ്ട് കവേർഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വസന്ത ഋതു വരുമ്പോഴേക്കും, ചൈത്രമാസം വരുമ്പോഴേക്കും വലിയ വലിയ പഹാഡിയോംസേ, പഹാഡ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, അതിലൊക്കെ ബർഫ് പിഘൽനെ ലഗ്തി ഹെ, ഐസ് ഒക്കെ ഉരുകി ഒലിച്ച് മാറിപ്പോവും. എന്നിട്ടോ സർദിയോം കി ഠണ്ഡേ ദിൻ ബീത് ജാത്തേ ഹെ, തണുപ്പ് കാലത്തുള്ള വളരെ കഠിനമായ തണുപ്പ് ദിവസങ്ങൾ മാറിപ്പോവും. ഉത്തരാഖണ്ഡ് കെ സുന്ദർ പഹാഡ് ഫൂലോൻ സെ ലദ് ജാത്തേ ഹെ, ഉത്തരാഖണ്ഡിലുള്ള സുന്ദരമായ പഹാഡുകൾ, പർവ്വതങ്ങൾ ഫൂലോൻസെ, പൂക്കളാൽ നിറഞ്ഞിരിക്കും ആ സമയത്ത്. അപ്പോഴാണ് ചൈത്രമാസം വരുന്നതും കുട്ടികള് ഫൂൽ ഡേ ആഘോഷിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു കൊട്ടകളൊക്കെ എടുത്തിട്ട് പൂക്കൾ പറിക്കാൻ വേണ്ടി പോകുന്നതും. जानकी और उसके मित्रों ने बुरांस, फ्योली और कई प्रकार के फूल अपनी छोटी छोटी डलियों में इकट्ठे कर लिए. ജാനകിയും അവളുടെ ഫ്രണ്ട്സും ബുരാംസ്, ഫ്യോലി എന്നൊക്കെ പറഞ്ഞ പല പല പൂക്കളാണ്. നമ്മുടെ നാട്ടില് തെച്ചി, തുമ്പപ്പൂ എന്ന് പറഞ്ഞ പല പൂക്കളുമില്ലേ? അതേപോലെ ബുരാംസ്, ഫ്യോലി, ഇങ്ങനത്തെ പൂക്കള് അവരുടെ ഡലിയോമേ, കുഞ്ഞു കുഞ്ഞു കൊട്ടകളിൽ ഇക്കട്ടെ കർലിയ, കളക്ട് ചെയ്തു, നിറയെ പൂക്കൾ കളക്ട് ചെയ്തു. അബ് യേ ഡോലി ജിസെ ഫുലാരി കഹാ ജാതാ ഹെ. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു ഡോലി, ഡോലി എന്ന് പറഞ്ഞ ഒരു കൂട്ടം, ഇത്രയും ഗ്യാങ്, ഒരു കുട്ടികളുടെ ഒരു കൂട്ടമല്ല ഈ പൂക്കൾ പറിക്കാൻ പോയിരിക്കുന്നത്. ഈ കുട്ടികളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് ഫുലാരി. പൂക്കൾ പറിക്കാൻ പോകുന്ന ഒരു സംഘം ആൾക്കാരുടെ, ഈ കുഞ്ഞു കുട്ടികളുടെ ഗ്രൂപ്പിന്റെ പേരാണ് ഫുലാരി. ഹർ ഘർ മേ മുഖ്യ ദ്വാർ കി ദേഹലി. ഇനിയിപ്പോ ഈ കുട്ടികൾ എന്താ ചെയ്യാ? പൂക്കളൊക്കെ കൊട്ടയിൽ നിറച്ചു. അതിനുശേഷം ഹർ ഘർ കെ, എല്ലാ വീട്ടിലും, മുഖ്യ ദ്വാർ, മെയിൻ ഡോറിന്റെ, ദേഹലി, അത് കണ്ടോ, നമ്മുടെ മെയിൻ ഡോറിന്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു ഉമ്മറപ്പടി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചിലപ്പം പറയും, ഈ ഒരു പോർഷനാണ് ദേഹലി എന്ന് പറയാ. അപ്പോ മെയിൻ ഡോറിന്റെ ദേഹലി പർ രുക്തി, എല്ലാ വീട്ടിലും പോയിട്ട് അവർ ഡോറിന്റെ അടുത്ത് നിന്നിട്ട് അക്ഷത് ഓർ ഫൂൽ ഡാൽത്തി ഓർ ഗാത്തി ജാത്തി. അക്ഷത് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷതം, പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അരിമണികളാണ്. അപ്പൊ അക്ഷതും പിന്നെ അവര് പറിച്ചിരിക്കുന്ന പൂക്കളും അവര് എല്ലാ വീടിന്റെയും ഡോറിന്റെ അടുത്ത് കൊണ്ടിടും. എന്നിട്ട് പാട്ടും പാടും. എന്താണ് അവരുടെ പാട്ട്? ഫൂൽ ദേയി ചമ്മാ ദേയി ദേനി ദ്വാർ ബർ ബക്കാർ, യേ ദേലി കെ ബാരംബാർ നമസ്കാർ ഫൂലേ ദ്വാർ. ഇതാണ് അവരുടെ പാട്ട്. ഇസ്ക അർത്ഥ ഹെ, നേരത്തെ പാടിയ പാട്ടിന്റെ അർത്ഥമാണ് ആപ്കി ദഹലി ഫൂലോൻ സെ ഭരി രഹേ, നിങ്ങളുടെ ദഹലി പൂക്കളാൽ നിറഞ്ഞിരിക്കട്ടെ. മംഗൾകാരി ഹോ, എല്ലാവർക്കും മംഗളവും വരട്ടെ, നല്ലത് വരട്ടെ. സബ്കോ ക്ഷമ പ്രദാൻ കരേ, എല്ലാവർക്കും ക്ഷമ കൊടുക്കൂ, എല്ലാവർക്കും ഫോർഗിവ്നെസ് കൊടുക്കൂ. സബ്കി രക്ഷാ കരേ, ദൈവം എല്ലാരെയും രക്ഷിക്കട്ടെ. ദഹലി ഓർ ഘർ മേ സമൃദ്ധ ബനി രഹേ, നിങ്ങളുടെ ഈ ഒരു ദഹലിയും അതുപോലെ നിങ്ങളുടെ വീടും സമൃദ്ധി ബനി രഹേ, സമൃദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാം നിറയെ റിച്ച് ആയിട്ട് ഇരിക്കട്ടെ. സബ്കെ ഘരോ മേ അന്ന കെ ഭണ്ഡാർ ഭരേ രഹേ, ഭക്ഷണം എപ്പോഴും ഉണ്ടാവട്ടെ, കഴിക്കാൻ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും അന്നം ഉണ്ടാകട്ടെ. സഭി ഘരോ മേ ഫുലാരി കെ ആനെ കി തയ്യാറി കി ജാത്തി ഹെ,
അപ്പൊ ഈ ഒരു ഫൂൽ ഡേ എന്ന് പറഞ്ഞ ആഘോഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫുലാരി എല്ലാ വീടുകളിലും വരുന്ന അവർക്കൊക്കെ അറിയാം അല്ലേ? അപ്പോൾ വീടുകളൊക്കെ നല്ല അതിനുവേണ്ടി അവരെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. घरों को पूर्णतः स्वच्छ करके देहली को गोबर मिट्टी से लीप कर तैयार किया जाता है. घरों को पूर्णतः स्वच्छ, വീടൊക്കെ മുഴുവനായിട്ട് സ്വച്ഛമാക്കുക എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. വീടൊക്കെ ഫുള്ളായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ദഹലിക്കോ, വീടിന്റെ ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്തൊക്കെ ഗോബർ മിട്ടി, ഗോബർ എന്ന് പറഞ്ഞാൽ പശുവിന്റെ ചാണകം, പിന്നെ മണ്ണ്, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ വീടിന്റെ തറയും ഒക്കെ വൃത്തിയാക്കിയിരുന്നത് പശുവിന്റെ ചാണകം കൊണ്ടുള്ള ഒരു മിക്സ് ഉപയോഗിച്ചിട്ടായിരുന്നു. മണ്ണും ചാണകവും ഒക്കെ മിക്സ് ചെയ്തിട്ട്. ഇപ്പോഴും ഓണത്തിനൊക്കെ പല വീടുകളിലും പൂവിടുന്ന പൂത്തറ പശുവിന്റെ ചാണകം കൊണ്ട് മെഴുകി വൃത്തിയാക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ എല്ലാ വീടുകളിലും പശുവിന്റെ ചാണകവും പിന്നെ മണ്ണും ഒക്കെ കൊണ്ട് അവര് വൃത്തിയാക്കി ഇടും. फुलारी जब जाकर अपना आशीर्वाद देते हैं तो हर घर से उन्हें चावल, गुड़ और भेड़ के रूप में पैसे दिए जाते हैं. ഈ ഫുലാരി ഓരോ വീടുകളിലും അവരുടെ ആശീർവാദം കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ വീടുകളിൽ നിന്നും ഈ കുട്ടികൾക്കും സമ്മാനങ്ങൾ കിട്ടും. എന്തൊക്കെയാ സമ്മാനങ്ങൾ കിട്ടുക? ചാവൽ, അരി, പിന്നെ ഗുഡ് എന്ന് പറഞ്ഞ ശർക്കര, ഓർ ബേഡ് കെ രൂപ മേ പൈസേ, അവർക്ക് പൈസയും കൊടുക്കും. ചില വീടുകളിൽ നിന്ന് അരിയായിരിക്കും കൊടുക്കുക, ചില വീടുകളിൽ നിന്ന് ശർക്കരയായിരിക്കും, അതേപോലെ ചില വീടുകളിൽ നിന്നും പൈസയായിരിക്കും കൊടുക്കുക. जानकी और सभी मित्र दिन भर देहली पूजकर बहुत थके थे, पर वे बहुत प्रसन्न थे. ജാനകിയും അവളുടെ ഫ്രണ്ട്സും ദിൻഭർ, ദിവസം മുഴുവൻ, ദേഹലി പൂജ്കർ, എല്ലാ വീട്ടിലും പോയിട്ട് ഇങ്ങനത്തെ പൂജ ചെയ്യണ്ടേ, അങ്ങനെ വളരെയധികം തഗ്ഗേതേ, ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. പർ വേ ബഹുത് പ്രസന്നതേ, ക്ഷീണിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേ ബഹുത് പ്രസന്നതേ. इस तरह फूलदेई का त्योहार उत्तराखंड के अलग अलग क्षेत्रों में 8 दिनों से लेकर महीने भर तक चलता है. ഉത്തരാഖണ്ഡിന്റെ തന്നെ अलग अलग क्षेत्रों में, പല ഭാഗങ്ങളിലും 8 दिनों से लेकर महीना भर, ചില സ്ഥലങ്ങളിൽ 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ആഘോഷം നടക്കുന്നതെങ്കിൽ ചില സ്ഥലത്ത് ഒരു മാസം മുഴുവനായിട്ടും ഈ ഒരു ഫുൽദേയി എന്ന് പറഞ്ഞ ആഘോഷം അവർ ആഘോഷിക്കും. നമ്മുടെ കേരളത്തിൽ ഓണം എത്ര ദിവസം സെലിബ്രേറ്റ് ചെയ്യുക? 10 ദിവസം സെലിബ്രേറ്റ് ചെയ്യും അല്ലേ? അതേപോലെ ഫുൽദേയി 8 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ ചില സ്ഥലങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യും. बच्चों द्वारा एकत्रित किए गए चावल और गुड़ को मिलाकर बच्चों के लिए हलवा, चोई या साई व पापड़ी जैसे अन्य स्थानीय व्यंजन बनाए जाते हैं. കുട്ടികൾക്ക് എല്ലാ വീടുകളിൽ നിന്നും അരിയും ശർക്കരയും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? അവർ കളക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും മിലാക്കർ, അതെല്ലാം കൂടി ചേർത്ത് ബച്ചോം കേലിയെ, കുട്ടികൾക്ക് വേണ്ടി ഹൽവ, ചോയി, സായി, അങ്ങനെ പല പല ഭക്ഷണങ്ങളും അവര് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും. വ്യഞ്ജൻ ബനാനെ കെ ലിയെ ജമാ പൈസെ ഘീ യാ തേൽ ഖരീദാ ജാത്താ ഹൈ. അപ്പോൾ ഒരു പായസം ഉണ്ടാക്കണമെങ്കിൽ അരിയും ശർക്കരയും മാത്രം പോരാ അല്ലേ? അതിനുവേണ്ടി നമുക്ക് ഘീ, തേൽ, നെയ്യും പിന്നെ വെളിച്ചെണ്ണയും അങ്ങനെ പല കാര്യങ്ങളും ആവശ്യമുണ്ട് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അതെങ്ങനെയാ വാങ്ങിക്കുക? അവർ കളക്ട് ചെയ്തിരിക്കുന്ന പൈസ ഉപയോഗിച്ചിട്ട് ഷോപ്പിൽ പോയിട്ട് നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ വാങ്ങിയിട്ട് വരും. വ്യഞ്ജൻ കോ സബ് ഏകത്രിത് ഹോക്കർ ഓർ മിൽക്കർ ഖാത്തെ ഹൈ. അപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കല്ല കഴിക്കുക, എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് കഴിക്കുക. फूलदेई बच्चों को प्रकृति प्रेम और सामाजिक सद्भाव की सीख. ഫൂൽദേയി എന്ന സെലിബ്രേഷൻ കുട്ടികൾക്ക് പ്രകൃതി പ്രേം, പ്രകൃതിയോടുള്ളൊരു സ്നേഹവും അതുപോലെ സോഷ്യലി, സാമാജിക് സദ്ഭാവ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ തമ്മിൽ സോഷ്യലി ഒരു ഇടപെടലുകൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള പഠനം, അതായത് അവരെ അത് പഠിപ്പിക്കും. ബച്പൻ സേ ഹി
देने का पर्व है. ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അവർക്ക് പ്രകൃതി സ്നേഹവും തമ്മിൽ സോഷ്യലി കോപ്പറേറ്റ് ചെയ്ത് വളരേണ്ട ആവശ്യവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉത്സവമാണ്. यह त्योहार लोकगीतों, मान्यताओं और परंपराओं से जुड़ने का एक अच्छा अवसर प्रदान करता है. ഈ കുട്ടികൾ നേരത്തെ പാട്ട് പാടിക്കൊണ്ടല്ലേ ഈ ഒരു പൂക്കൾ പറിക്കാൻ പോയത്? അതേപോലെ പണ്ട് കാലത്തുണ്ടായിരുന്ന കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ പാട്ടുകളും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഓരോ വാല്യൂസും പിന്നെ ഓരോ ആചാരങ്ങളും പിന്നെ നമ്മുടെ ട്രഡീഷണൽ വാല്യൂസും ഒക്കെ വളർത്താൻ വേണ്ടി സഹായിക്കും. ये प्रकृति तथा संस्कृति से जुड़े रहने की प्रेरणा भी देती है. ഇത് പ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതി, നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അതേപോലെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതൊക്കെ മറന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൂർവികർ എന്താ ചെയ്തതെന്നും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ളതിനെ പറ്റി അതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എല്ലാവർക്കും പിന്നെയും ഓരോരുത്തർക്കും ഇത് ഓർമ്മ വരുന്നതും അതുപോലെ തന്നെ ആ വാല്യൂസ് ഒക്കെ ഓരോ ആളുകളിലും ഉണ്ടാവുന്നതും. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. बातचीत के लिए त्योहार क्यों मनाए जाते हैं? ഉത്സവങ്ങളൊക്കെ എന്തിനു വേണ്ടിയാ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ ഉത്സവങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറ്? നമുക്കൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒരേ ഒരാൾ അലോൺ ആയിട്ടൊരു വീട്ടിലിരുന്നിട്ടാണോ ഉത്സവങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക? അല്ല അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും കുറേ ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടാനും ആഘോഷിക്കാനും നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തമ്മിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഓരോ ആഘോഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആപ്കാ പ്രിയ ത്യോഹാർ കോൺസാ ഹേ? ഇത് എല്ലാവരുടെ ഉത്തരവും വേറെ വേറെ ആയിരിക്കും. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉത്സവത്തിന്റെ പേര് പറയാം. आप अपना प्रिय त्योहार कैसे मनाता है? അപ്പം നിങ്ങൾ ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആഘോഷമെന്ന് ഉത്സവമെന്ന് പറഞ്ഞു? ആ ഉത്സവം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളതെന്നും പറയുക. वसंत ऋतु के आगमन पर भारत में मनाए जाने वाले त्योहार कौन कौन से है? വസന്തകാലമാവുമ്പോൾ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. उत्तराखंड के कुमाऊं क्षेत्र में माँ को ईजा कहकर पुकारते हैं. നമ്മൾ ഈ കഥയിൽ വായിച്ചത് ഉത്തരാഖണ്ഡിലെ കുമാവു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു കഥയാണ്. അവിടെ മാക്കോ അമ്മേനെ ഇജ എന്നാണ് വിളിച്ചിരുന്നത്. ആപ് അപ്നി മാക്കോ ക്യാ कहकर പുകാർത്തെ ഹേ? നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ എന്താണ് വിളിക്കാറ്? ചിലർ അമ്മ എന്ന് വിളിക്കും, ചിലർ ഉമ്മ എന്ന് വിളിക്കും, ചിലർ മമ്മി എന്ന് വിളിക്കും, ചിലർ മാ എന്ന് വിളിക്കും. അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ എന്താ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. സോച്ചിയെ ഓർ ലിഖിയെ. ഫുലാരി കിസേ കഹത്തെ ഹേ? ഫുലാരി ചാപ്റ്ററിൽ പല സ്ഥലത്തും ഫുലാരി എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു ഫുലാരി? फुलारी बच्चों के समूह को कहते हैं जो फूल डे के दौरान फूल लाने जाती है. എന്താണ്? ഫൂൽ ഡേയുടെ സമയത്ത് ഫൂൽ ലാനെ ജാത്തി ഹെ. ഫൂൽ ഡേയുടെ സമയത്ത് പൂക്കൾ പറിക്കാൻ വേണ്ടി പോകുന്ന ബച്ചോങ്കെ സമൂഹ്, ചെറിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഫുലാരി എന്ന് പറയുന്നത്. എന്താണ്? ബച്ചോങ്കെ സമൂഹ് जो फूल डे के दौरान फूल लाने जाती है. फुलारी को मिले चावल और गुड़ से क्या क्या बनाया जाता है? കുട്ടികളുടെ ഗ്യാങ് ആയിട്ടുള്ള ഫുലാരിക്ക് കിട്ടുന്ന അരിയും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ എന്തൊക്കെയാ ഉണ്ടാക്കുക? ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? ഫുലാരി കോ മിലെ ചാവൽ ഓർ ഗുഡ് സെ ഹൽവ,
ചോയി സായി और പാപ്പടി बनाई जाते हैं. ഇതൊക്കെ പല പല പലഹാരങ്ങളാണ്. ഫൂൽദേയ് കോ ബാൽ പർവ് ക്യൂ കഹാ ജാത്താ ഹെ? ഫൂൽദേയിനെ എന്തുകൊണ്ടാണ് ബാൽ പർവ് എന്നും വിളിക്കുന്നത്? എന്തുകൊണ്ടായിരുന്നു? ഫൂൽദേയ് കോ ബാൽ പർവ് കഹാ ജാത്താ ഹെ ക്യോങ്കി യഹ് ത്യോഹാർ ബച്ചോं ദ്വാരാ മനായാ ജാത്താ ഹെ. കാരണം ഈ ഒരു സെലിബ്രേഷൻ മെയിൻ ആയിട്ടും കുട്ടികളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫൂൽദേയിനെ ബാൽ പർവ് എന്നും വിളിക്കുന്നത്. ഫൂൽദേയി പർവ് ബച്ചോं को പ്രകൃതി से कैसे जोड़ता है? ഫൂൽദേയി എന്ന് പറഞ്ഞ ഉത്സവം കുട്ടികളെ പ്രകൃതിയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഫൂൽദേയി बच्चों को फूल चुनने के माध्यम से പ്രകൃതി से जोड़ता है. പൂക്കള് പറിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓരോ പൂക്കളെയും അവർ സെലക്ട് ചെയ്യുന്നതും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതും ഒക്കെ ആയിട്ട് ആണ് അവർ പ്രകൃതിയും കുട്ടികളുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ഒരു സെലിബ്രേഷൻ വഴി. ഫൂൽദേയി बच्चों को फूल चुनने के माध्यम से प्रकृति से जोड़ता है. ഓക്കെ, അടുത്തത് ഭാഷാ കി ബാത്. ഇവിടെ ഒരു അധ്യാപകനുണ്ട്, ഇവിടെ കുറെ കുട്ടികളുണ്ട്. അവരുടെ ഇടയിൽ ഒരു കൺവെർസേഷൻ നടക്കുകയാണ്. തും കോൻ ഹോ? ഹു ആർ യു? മേ പൂജ ഹോ. ഈ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടി പറയാണ് മേ പൂജ ഹോ, ഞാൻ പൂജയാണ്. അപ്പൊ അധ്യാപകൻ പിന്നെയും ചോദിക്കാം, തുമാരെ സാത്ത് കോൻ കോൻ ഹേ? നിന്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളത്? അപ്പൊ പൂജ പിന്നെ ആൻസർ പറയാണ് മേരെ സാത്ത് മേരെ മിത്ര അഞ്ജലി, എന്റെ സുഹൃത്ത് അഞ്ജലി, മയങ്ക് और निखिल है. अंजलि, मयंक और निखिल है. ऊपर दिए गए चित्र में शिक्षक पूजा से प्रश्न पूछ रहे हैं. മേലെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ അധ്യാപകൻ പൂജയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പൂജ उत्तर देते हुए अपने और अपने मित्रों के बारे में बता रही है. പൂജ അവളെ പറ്റിയും അവളുടെ ഫ്രണ്ട്സിനെ പറ്റിയും ഒക്കെ അധ്യാപകനോട് പറയുന്നുണ്ട്. इन दोनों उदाहरणों में पूर्ण विराम, अल्प विराम और प्रश्नवाचक चिन्ह का प्रयोग किया गया है. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന് പൂർണ്ണവിരാം. ഈ ഒരു ലൈൻ ഇങ്ങനെയാണ് പൂർണ്ണവിരാം ഇടുക. ഇംഗ്ലീഷിൽ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയും. നമ്മൾ ഒരു സെന്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോട്ട്, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും അല്ലേ? ആ ഡോട്ടിന് പകരം ഹിന്ദിയിൽ പൂർണ്ണവിരാം, അതൊരു ലൈനാണ് ഉണ്ടോ? പല സ്ഥലങ്ങളിലും നമ്മൾ ഒരു സെന്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുന്ന ഒരു ലൈനാണ് പൂർണ്ണവിരാം. അല്പവിരാം എന്ന് പറഞ്ഞാൽ കോമ. കണ്ടോ, ഒരാളുടെ പേര് അഞ്ജലി, മയങ്ക്, 2 പേരുണ്ടാവുമ്പോൾ അഞ്ജലി, കോമ, മയങ്ക്. അപ്പോഴാണ് നമ്മൾ കോമ ഉപയോഗിക്കുന്നത്. ഒരേപോലത്തെ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക. ഇനിയോ പ്രശ്നവാചക ചിഹ്നം, ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. തും കോൻ ഹോ എന്ന് വെറുതെ എഴുതി വെക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ മീനിങ് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കണം. തുമാരെ സാത്ത് കോൻ കോൻ ഹേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടിരിക്കുന്നുണ്ട്. नीचे दिए गए वाक्यों में इन विराम चिन्हों का उपयोग कर वाक्य टिक कीजिए. ഇതേപോലെ ഇവിടെ ഒരു പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചിട്ട് അതിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 ചിഹ്നങ്ങളും കൊടുക്കണം. എങ്ങനെയാ കൊടുക്കുക? ഗരീമാക്കോ ഫൽ ഖാന ബഹുത് പസന്ദ് ഹേ. ഗരീമയ്ക്ക് പഴങ്ങൾ കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇവിടെ ഒരു ലൈൻ കൊടുക്കാം, ഒരു പൂർണ്ണവിരാം. वह अपने मित्र गौरव, दीपक, ममता और गौरव, कोमा, दीपक, കോമ, മമത और ഇവിടെ ഇടണ്ട കേട്ടോ, കാരണം ഇവിടെ और എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ഗൗരവ്, ദീപക്, മമത ആൻഡ് നവജീത് को भी फल खाने की सलाह देती है. ആ സെന്റൻസ് കഴിയുമ്പോൾ അവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ്, പൂർണ്ണവിരാം. क्या आपको भी फल खाना पसंद है? എന്നാൽ നിങ്ങൾക്കും പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടമാണോ?
അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കണം. पता कीजिए फूलदेई वसंत ऋतु मार्च अप्रैल में मनाया जाने वाले त्योहार है. ऐसे ही शरद ऋतु सितंबर अक्टूबर और हेमंत ऋतु नवंबर दिसंबर में मनाए जाने वाले त्योहारों की जानकारी खोजिए और लिखिए. വസന്ത ഋതു എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിലാണ് സാധാരണയായിട്ട് അവർ ആഘോഷിക്കാറ്. ഇതേപോലെ ബാക്കി സിതംബർ ഒക്ടോബർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബറിൽ ആ സമയത്ത് ശരദ് ഋതുവാണ്. നവംബർ ഡിസംബറിൽ ഹേമന്ത് ഋതുവാണ്. ഈ കാലങ്ങളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റു കുറച്ച് ആഘോഷങ്ങളുടെ പേരുകൾ കണ്ടുപിടിക്കണം. ബാത്ചീത് കേലിയയിലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നോ? അതേപോലത്തെ കുറച്ച് ആഘോഷങ്ങളുടെ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ശരത് ഋതു സിതംബർ ഒക്ടോബറിൽ, ഓണം കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ദശഹര അല്ലെങ്കിൽ വിജയദശമി എല്ലായിടത്തിലും സെലിബ്രേറ്റ് ചെയ്യും അല്ലേ, ഓൾ ഓവർ ഇന്ത്യ. നവരാത്രി ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് സിതംബർ ഒക്ടോബറിൽ സെലിബ്രേറ്റ് ചെയ്യാറ്. പിന്നെ ഹേമന്ത് ഋതുവിൽ മെയിൻ ആയിട്ട് ദിവാലി, പിന്നെ ക്രിസ്മസും സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ. നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ നിങ്ങൾ ഓരോ ഈ മാസങ്ങളിലുള്ള ആഘോഷങ്ങൾ ആലോചിച്ച് ഈ ഓരോ കള്ളികളിലായിട്ട് എഴുതണം. हमारे अवकाश आपके विद्यालय में मिलने वाले अवकाशों की जानकारी प्राप्त कीजिए और ऋतुओं के आधार पर नीचे दी गई तालिका में लिखिए. അവകാശ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ വെക്കേഷന്റെ ഓരോ വെക്കേഷനും ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ സീസണിലാണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ഗ്രീഷ്മകാലീൻ എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ, ശരത്കാലീൻ അവകാശ് എന്ന് പറഞ്ഞാൽ ഓട്ടം വെക്കേഷൻ, ശീതകാലീൻ എന്ന് പറഞ്ഞാൽ വിന്റർ വെക്കേഷൻ. കബ് സെ കബ് തക് ഇത് ഓരോന്നും ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണെന്ന് നിങ്ങൾ നോക്കി എഴുതണം. അതുപോലെ എത്ര ദിവസങ്ങളാണ് നിങ്ങൾക്ക് വെക്കേഷനായി കിട്ടുന്നതെന്നും ഈ ഒരു ടേബിള് ഫില്ല് ചെയ്യണം. ഓക്കെ, ആയേ അപ്നാ ഘർ സജായേ വരൂ നമുക്ക് നമ്മുടെ വീടുകൾ അലങ്കരിക്കാം. फूलदेई के दिन घरों को स्वच्छ करके मुख्य द्वार की देहली को गोबर मिट्टी से लीप कर तैयार किया जाता है. आप अपने घर को त्योहारों के लिए सजाने हेतु किन किन वस्तुओं का प्रयोग करते हैं? ഫൂൽഡേയുടെ സമയത്ത് ഗോബറും മിട്ടിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവരൊക്കെ വീടിന്റെ ഉമ്മറൊക്കെ വൃത്തിയാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങളുടെ വീട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അലങ്കരിക്കാറ്? ഓരോ ആഘോഷങ്ങളും ഉത്സവങ്ങളും വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്? ഫൂൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാറുണ്ടോ? ദീപക് ഓർ മോംബത്തിയ വിളക്കുകളും മെഴുകുതിരികളും അങ്ങനത്തെ പല തിരികളും കൊണ്ട് അലങ്കരിക്കാറുണ്ടോ? രംഗോലി ചിലർ വീടിന്റെ മുമ്പിൽ പൂക്കളം ഇടും, പിന്നെ കളറുകൾ കൊണ്ടൊക്കെ രംഗോലി ഇടും അല്ലേ. ലൈറ്റ് ഓർ ബൾബ് പല നിറത്തിലുള്ള ലൈറ്റും ബൾബുകളും ഒക്കെ വെച്ചിട്ട് അലങ്കരിക്കും. പിന്നെ തോരൺ പൂക്കളും ഇലകളും ഒക്കെ കൊണ്ട് പേപ്പറുകളും ഒക്കെ കൊണ്ട് തോരണങ്ങളും ഉണ്ടാക്കിയിട്ട് അലങ്കരിക്കും. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് എഴുതണം കേട്ടോ. മേരി കലാകാരി फूल आम और अशोक के पत्तों से या अन्य किसी भी वस्तुओं के उपयोग से सुंदर तोरण बनाइए. പൂക്കളും മാവിന്റെ ഇലയോ അല്ലെങ്കിൽ അശോകത്തിന്റെ ഇലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളും നല്ല ഭംഗിയുള്ള തോരണങ്ങൾ ഉണ്ടാക്കൂ. ഇവിടെ കുറച്ച് എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി ഇങ്ങനത്തെ തോരണങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. കൽപ്പന കീജിയെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇമാജിൻ ചെയ്യാനാണ് പറയുന്നത്. എന്താ ഇമാജിൻ ചെയ്യേണ്ടത്? മധുറാണി ഹണിബി ആണ്. ഹണിബിനെ മധുറാണി എന്നാ പറയുന്നത്. ഏക് ദിൻ ഉദ്യാൻ മേ ഗയി ഒരു ദിവസം അവരൊരു പൂന്തോട്ടത്തിലെത്തി. വോ ബഹുത് പ്രസന്ന ഥി ഹണിബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. വഹാം ഉസേ മിലി സൂരജ്മുഖി ബഹൻ എന്ന് പറഞ്ഞാൽ സൂര്യകാന്തി പൂക്കളാണ്. ഓർ സൂരജ് മാമ കൂടെ സൂരജ് മാമനും സൂര്യനും.
सोच कर लिखिए वो तीनों आपस में क्या बातचीत कर रहे होंगे. ഇവര് തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുക എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. എന്ത് വേണമെങ്കിലും സംസാരിക്കുക അല്ലെ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളത് എഴുതാം. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. അതേപോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വാചകങ്ങളും ഇവിടെ എഴുതണം കേട്ടോ. അവർ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സംസാരിച്ചുണ്ടാവുക. നമസ്തേ ആപ് കൈസേ ഹോ. നമസ്തേ നിങ്ങളൊക്കെ എങ്ങനെയാ, സുഖായിരിക്കുന്നോ? ഇപ്പൊ സൂരജ് മാമ പറയും മേ തോ ബഹുത് അച്ഛാ ഹോ. ഞാൻ നല്ല ഹാപ്പിയാണ്. തും കൈസി ഹോ. നീ എങ്ങനെയാണ്, ഹാപ്പി ആണോ? അപ്പൊ സൂരജ് മുഖി ബഹൻ എന്താ പറയാ? മേ ബി അച്ഛാ ഹോ. ക്യാ ബാത് ഹൈ തും യഹാം ആജ് കൈസേ ആയേ. എന്താ എന്താണ് കാര്യം, ഇന്ന് ഇത് കുറെ ദിവസമായിട്ടുണ്ടാവും കണ്ടിട്ട്. അപ്പൊ പറയാണ് എന്താ ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നേ. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസുകൾ എഴുതാം. ആയേ ജാനേ. ബുരാൻസ് കെ ഫൂൽ ലാൽ രംഗ് ഹെ ഹോത്തെ ഹെ. നേരത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലോ 2 പൂക്കളുടെ പേരുകള്. ഏതൊക്കെയായിരുന്നു? ബുരാൻ, ഫ്യോലി. ആ പൂക്കള് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബുരാംസ് എന്ന് പറഞ്ഞ ഒരു ലാൽ രംഗ് കി ഫൂൽ ഹോത്തി ഹെ. ഒരു റെഡ് കളറുള്ള ഒരു പൂവാണ് ബുരാൻസ്. ഗർമി കെ മോസം മേ ആത്തെ ഹെ. സമ്മറിലാണ് ഇത് കൂടുതലായിട്ടും ഈ പൂക്കൾ ഉണ്ടാവുന്നത്. ये देखने में बहुत सुंदर लगते हैं. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. इनका उपयोग दवाई बनाने के लिए किया जाता है. ഇത് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കും. यह हिमालयी राज्यों में बड़ी संख्या में पाया जाने वाला वृक्ष है. ഹിമാലയ പർവ്വതത്തിന്റെ അടുത്തൊക്കെ ആയിട്ട് കുറേ അധികം ഉണ്ടാവുന്ന ഒരു മരത്തിന്റെ മുകളിൽ നിന്നാണ് ഈ പൂക്കൾ പറിക്കുന്നത്. ഇനി ഫ്യോലിയോ. फ्योली के फूल वसंत के आगमन की सूचना देते हैं. വസന്തകാലം വരുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ഈ ഒരു ഫ്യോലി എന്ന് പറഞ്ഞ പൂവിനെ കാണുന്നത്. കാരണം വസന്തകാലം തുടങ്ങുമ്പോഴേക്കും നിറയെ പൂക്കൾ വന്നിട്ടുണ്ടാവും. പീലെ രംഗ് കെ ഹോനെ കെ കാരൺ ഇൻകാ നാം ഫ്യോലി രഖാ ഗയാ ഹെ. പീല എന്നല്ല യെല്ലോ കളറിന്റെ പേര്. അപ്പോൾ ഇത് മഞ്ഞ കളർ ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫ്യോലി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. യഹ് പഹാഡോ കി സുന്ദർദ കെ പ്രതീക് ഹെ. പർവ്വതങ്ങളുടെ സൗന്ദര്യത്തിന്റെ തന്നെ ഒരു പ്രതീകമാണ് ഈ ഒരു പൂവ്. യഹ് ഭി ഔഷധ ഗുണോ കെ ഭർപൂർ ഹോത്തെ ഹെ. ഈ പൂക്കളിലും നിറയെ ഔഷധ ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാ 2 പൂക്കള്? ബുരാൻസ്, ഫ്യോലി. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ഒരു ചെറിയ കവിതയാണ്, ഒരു ഫണ്ണി പോയമാണ്. എന്തുകൊണ്ടാ ഫണ്ണി പോയം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പോയത്തിന്റെ പേരാണ് സുനോ ബായി ഗപ്പ്. ഗപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനാണ് ഗപ്പ് ഷപ്പ് എന്ന് പറയുന്നത്. തമ്മിൽ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നിട്ട് ചിലതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും, എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. വെറുതെ ഇമാജിനറി ആയിട്ടൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. ഗപ്പ് എന്ന് പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ പോയം ഒന്ന് നോക്കാം. സുനോ ബായി ഗപ്പ് സുനോ ബായി ഷപ്പ് നൗ മേ നദിയ ഡൂബ് ജായേ. അതായത് ഗപ്പ് ഷപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്നറിയോ? കേട്ടോ, ആൾക്കാരോട് ചോദിക്കുകയാണ്. ഇവിടെ പറയാ നിങ്ങളിത് കേട്ടോ, നൗ മേ നദിയ ഡൂബ് ജായേ. അതായത് ബോട്ടില് നദി മുങ്ങിപ്പോയിന്ന്. അത് പോസിബിൾ ആണോ? അല്ല അല്ലേ. നദിയില് ബോട്ട് മുങ്ങിപ്പോവും, പക്ഷെ ബോട്ടിൽ നദി മുങ്ങിപ്പോവില്ല. ഇവര് പറയുന്നത് ബോട്ടിൽ നദി മുങ്ങിപ്പോയി എന്നാണ്. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്തുകൊണ്ടാ ഈ ഒരു പോയം ഫണ്ണി പോയം ആണെന്ന് പറഞ്ഞത്. അതേപോലെയാണ് അടുത്ത ലൈൻസും വരുന്നത്. ചീണ്ടി ചലി ബസാർക്കോ നൗ മൻ മൽ കെ തേൽ. ചീറ്റി, ഈ ഉറുമ്പ് കുറെ എണ്ണയൊക്കെ ആയിട്ട് മാർക്കറ്റിലേക്ക് പോയി. ഈന്റെ ദോ ബഗൽ മേ ലേലി സിർ പർ ധർലി റേൽ. ആഹാ, എങ്ങനെയാ ഉറുമ്പ് പോയിരിക്കുന്നത്? 2 വലിയ ഈണ്ടേ, കണ്ടോ? ഈണ്ടേ എന്ന് പറഞ്ഞ ബ്രിക്ക്, 2 ബ്രിക്ക് കൈൻ്റെ ഉള്ളിലും വെച്ചിട്ട് തലയിൽ ഒരു റെയിലും എടുത്തിട്ടാണ് ഉറുമ്പ് പോയിരിക്കുന്നത്. ഉറുമ്പിന് റെയിൽ തലയിൽ എടുക്കാൻ പറ്റുമോ? ബ്രിക്ക് കയ്യിൽ എടുക്കാൻ പറ്റുമോ? അങ്ങനെ സുനോ ബായി ഗപ്പ് സുനോ ബായി ഷപ്പ് നാവ് മേ നദിയാ ഡൂബി ജായേ. ബോട്ടില് നദി മുങ്ങി പോകുന്നുണ്ടേ.
ഗദ ചട ഖജൂർ പർ ഖാനെ കോ അങ്കൂർ. ഗദ എന്ന് പറഞ്ഞ ഡോങ്കിയാണ്. ഡോങ്കി മരത്തിൽ കയറോ? ഇല്ല. ഡോങ്കി എന്ത് മരത്തിലാ കയറിയത്? പനമരത്തിലാണ്. ഡേറ്റ്സിന്റെ മരമാണ്. ഖജൂർ പർ ഖാനേക്ക് അങ്കൂർ. എന്ത് കഴിക്കാനാ? ഗ്രേപ്സ് കഴിക്കാനാണ്. അതും ഡേറ്റ്സിന്റെ മരത്തിലാണ് കയറിയിരിക്കുന്നത്. പീട്ട് പേ ഉസ്കെ നാച്ച് രഹേ ദേ. മരത്തിന്റെ മുകളിൽ കയറുമ്പോഴോ? പീട്ട് പേ അതിന്റെ ബാക്കില് നാച്ച് രഹേ ദേ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പാഞ്ച് ലങ്കൂർ. കണ്ടോ? 5 കുരങ്ങന്മാര് ഈ ഡോങ്കിയുടെ പുറത്ത് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. സുനോബായി ഗപ് സുനോബായി ഷപ് नाव में नदियां डूबी जाए. हाथी डम डम ढोल बजाए ऊंट घाट पर सोए. ഹാത്തി ഡം ഡം ഡോൽ ബജായേ. കണ്ടോ? ആന ചെണ്ട മുട്ടുകയാണ്, ഡോൽ അടിക്കുകയാണ്, ഡും 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 എന്ന്. അതേപോലെ ഊണ്ട് ക്യാമൽ ഗാണ്ട് പർ സോയേ. ഗാണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കട്ടിലാണല്ലേ. ഗാണ്ടിന്റെ മുകളിൽ ഊണ്ടിന് കിടന്നുറങ്ങാൻ പറ്റുമോ? പക്ഷെ ഊണ്ട് കട്ടിലിന്റെ മുകളിൽ കിടന്നുറങ്ങാണ്. ബില്ലി സബ്കി റോട്ടി സേക്കേ. ബില്ലി എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടി റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ? ഘോഡ കപ്പടെ ധോയേ. ഘോഡ കപ്പടെ വാഷ് ചെയ്യാണ്. ഘോഡ എല്ലാവരുടെയും ഡ്രസ്സ് വാഷ് ചെയ്യാണ്. കണ്ടോ? ഊണ്ട് കിടന്നുറങ്ങുന്നത്. സുനോ ബായി ഗപ് സുനോ ബായി ഷപ് നാവ് മെ നദിയാ ഡൂബി ജായേ. എങ്ങനെയുണ്ട്? നല്ല ഫണ്ണി പോയമാണല്ലേ. നിങ്ങൾ നല്ല ഈണത്തിൽ വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഇപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര എക്സസൈസും കൂടി ലോങ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നവരെ ബായ്.